വീണ്ടും പെൺകുട്ടിയുടെ ആത്മഹത്യ, അതും വിവാഹം കഴിഞ്ഞ് ഭർത്തൃവീട്ടിൽ തന്നെ ആത്മഹത്യ. ആത്മഹത്യകളെക്കുറിച്ച് കേൾക്കുന്ന ഒരു കാലമായി മാറിക്കഴിഞ്ഞു ഇന്നത്തെ കാലം. ഇന്നത്തെ തലമുറയ്ക്ക് തന്നെ എന്തുപറ്റി എന്ന ചോദ്യമാണ്. വളരെയധികം സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന പ്രായമായിട്ടും എന്തുകൊണ്ടാണ് ആത്മഹത്യയിലേക്ക് നീങ്ങുന്നതെന്നും ഒട്ടും മെൻ്റൽ പ്രഷർ പോലും സഹിക്കാനാകാതെ നല്ലൊരു ഡോക്ടറിനെ കാണാൻ പോലും സാധിക്കാതെ ഇന്നത്തെ തലമുറ വാടിപ്പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. തിരുവനന്തപുരത്താണ് ഇപ്പോൾ വീണ്ടും ആ സംഭവം ഉണ്ടായിരിക്കുന്നത്. തിരുവനന്തപുരം നെടുമങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്താണ് യുവതി ഭർത്തൃഗൃഹത്തിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ തൂങ്ങിമരിച്ച സംഭവത്തിൽ ഭർത്താവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞു. പനവൂർ പനയമുട്ടം തേവരക്കുഴി തടത്തരികത്ത് വീട്ടിൽ അയ്യപ്പൻ എന്ന് വിളിക്കുന്ന ശരത്തിനെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ശരത്തിന് 29 വയസ്സായിരുന്നു. ശരത്തിന്റെ ഭാര്യ അഭിരാമി തൂങ്ങിമരിച്ച സംഭവത്തിലാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പോലീസ് ശരത്തിനെ അറസ്റ്റ് ചെയ്യുന്ന വിവരം നേരത്തെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. സ്ത്രീധന പീഡനം മൂലമാണ് 22-കാരി അഭിരാമി മരിച്ചതെന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ നെടുമങ്ങാട് പോലീസാണ് ശരത്തിനെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്യുകയും ചെയ്തു. ശരത്ത് സ്ത്രീധനത്തിന്റെ പേരിൽ അഭിരാമിയെ മർദ്ദിച്ചിരുന്നു. അഭിരാമിയെ വ്യാഴാഴ്ച രാവിലെ വീടിന് പുറത്തെ ഗോവണിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ശരത്ത് വീട്ടിലുണ്ടായിരുന്ന സമയത്തായിരുന്നു ഈ സംഭവം. 2.5 വർഷം മുമ്പായിരുന്നു ഇവരുടെ വിവാഹം. പെയിന്റിംഗ് തൊഴിലാളിയായ ശരത്ത് കല്യാണ നിശ്ചയം കഴിഞ്ഞ ഉടനെ തന്നെ അഭിരാമിയെ വിളിച്ചിറക്കി കൊണ്ടുപോവുകയായിരുന്നു. ഇതിനുശേഷം സ്ത്രീധനത്തിന്റെ പേരിൽ അഭിരാമിയെ നിരന്തരം മർദ്ദിക്കുന്നത് പതിവായിരുന്നുവെന്നും പരാതിയിൽ പറയുന്നു. അഭിരാമിയുടെ ആത്മഹത്യയിൽ ബന്ധുക്കൾ ദുരൂഹത ആരോപിച്ചതിനെ തുടർന്ന് RDOയുടെ സാന്നിധ്യത്തിലായാണ് കഴിഞ്ഞ ദിവസം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയത്. മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തുകയും ചെയ്തു. ഈ ദമ്പതികൾക്ക് 1.5 വയസ്സുള്ള ഒരു ആൺകുട്ടിയുമുണ്ട്. കുഞ്ഞിന്റെ മുൻപിൽ വെച്ച് പോലും പലപ്പോഴും ശരത്ത് 22-കാരിയായ അഭിരാമിയെ മർദ്ദിക്കാറുണ്ടായിരുന്നു. 20 വയസ്സ് കഴിഞ്ഞപ്പോൾ തന്നെ അഭിരാമി ഗർഭിണിയായിരുന്നു. വളരെ ചെറുതിലെ തന്നെ വിവാഹത്തിലേക്ക് പോയ അഭിരാമിക്ക് ഒന്നും അറിയില്ലായിരുന്നെന്ന് വീട്ടുകാർ പറയുന്നു. അവളെ ശരിക്കും ചതിക്കുകയായിരുന്നുവെന്നും എന്നിട്ടും സ്ത്രീധന പീഡനത്തിന്റെ പേരിൽ ഓരോ ദിവസവും മർദ്ദിക്കുമായിരുന്നുവെന്നും സ്നേഹത്തോടെ ശരത്ത് ഒരിക്കൽ പോലും അഭിരാമിയോട് സംസാരിച്ചിട്ടില്ല എന്നുമാണ് അഭിരാമിയുടെ വീട്ടുകാർ പറയുന്നത്. എപ്പോഴും എന്തെങ്കിലും പ്രശ്നമായി കഴിഞ്ഞാൽ ശരത്തിന് എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാക്കി കഴിഞ്ഞാൽ അത് അഭിരാമിയുടെ തലയിലേക്ക് വയ്ക്കും. അഭിരാമിയുടെ വീട്ടിൽ നിന്നൊന്നും കൊണ്ടുവരാത്തത് കൊണ്ടാണ് എനിക്ക് ഒന്നുമില്ലാത്തതെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തും. എന്നാൽ അഭിരാമിക്കൊന്നും പറയാൻ പോലും സാധിക്കില്ല. വിവാഹ നിശ്ചയം കഴിഞ്ഞ ഉടനെ വിളിച്ചുകൊണ്ട് വന്നതുകൊണ്ട് തന്നെ വീട്ടുകാർക്കും നന്നായി നടത്താൻ പറ്റാത്ത വിവാഹമായിരുന്നു. സ്വന്തം മകളുടെ വിവാഹം നന്നായി നടത്തണമെന്ന ആഗ്രഹമുള്ള അച്ഛനും അമ്മയുമായിരുന്നു അഭിരാമിയുടേത്. എന്നാൽ അവർക്ക് അതിനു പോലും സാധിച്ചില്ല. അതെല്ലാം ഈ ശരത്ത് കാരണമാണ്. എന്നിട്ടും അഭിരാമിയെയാണ് ശരത്ത് എപ്പോഴും കുറ്റം പറയുന്നത്. അതും സഹിക്കാനാവാതെ മർദ്ദിക്കുമായിരുന്നു. കുഞ്ഞിന്റെ മുന്നിൽ വെച്ച് പോലും അടിക്കുമായിരുന്നു. ഷോളിനും തലയ്ക്കുമൊക്കെ കുത്തിപ്പിടിക്കുമായിരുന്നു. സഹിക്കവയ്യാതെയാണ് ശരത്ത് വീട്ടിലുണ്ടായിരുന്ന സമയം വീണ്ടും മർദ്ദനമേൽക്കുകയും തന്നെ ആത്മഹത്യയിലേക്ക് പ്രേരിപ്പിച്ച് ആത്മഹത്യ ചെയ്യിപ്പിച്ചു എന്നും ബന്ധുക്കൾ ആരോപിക്കുന്നത്. അഭിരാമിയെ ആത്മഹത്യയ്ക്ക് മുൻപും പലപ്പോഴും പ്രേരിപ്പിച്ചിട്ടുണ്ടെന്നും മരിക്കാൻ പോലും ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും പറയുന്നു. വഴക്കിൻ്റെ ഇടയിൽ പറയുമെങ്കിലും അങ്ങനെ ചെയ്യുമെന്ന് ഞങ്ങൾക്ക് തോന്നിയിരുന്നില്ല എന്നും, പക്ഷേ ആ കുഞ്ഞിനൊട്ടും സഹിക്കാൻ വയ്യാത്തത് കൊണ്ടാണ് ആത്മഹത്യ ചെയ്തതെന്നും പറയുന്നു. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തൂ.